ഇപ്പോൾ നിരൂപകനായ രതീഷ് ചന്ദ്രൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രതീഷ്, നോക്കൂ, അതായത് ഈ ഒരു സിനിമ ഈ കൂലിയുടെ വരവിനായാണ് ഇത്രയും നാളുകളായി ആളുകളൊക്കെ കാത്തിരുന്നത്. ഒരു 2 വർഷത്തോളമായി ഈ 2025 ഓഗസ്റ്റ് 14 എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഈ ലോകേഷും രജനീകാന്തും ഒരുമിച്ച് എത്തുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാന ഒരു ഘടകമെന്ന് പറയുന്നത്. അമിത് ഖാൻ അടക്കം അതിഥി വേഷത്തിലും എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് താങ്കൾ വെക്കുന്ന ഒരു പ്രതീക്ഷ? ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലോകേഷിന്റെ ഒരു സിനിമാ വേൾഡിലേക്ക് രജനീകാന്ത് വരുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രജനീകാന്ത് ഫാൻസ് മാത്രമല്ല, ഇപ്പൊ ലോകേഷിന് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ശക്തമായ ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിപ്പോ കഴിഞ്ഞ വിജയ് മൂവി ഇറങ്ങിയപ്പോഴും നമ്മളത് കണ്ടു. ആ ഒരു ആന്റിസിപ്പേഷൻ വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഡയറക്ടറിയൽ കരിയർ വെച്ച് നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സൂപ്പർ ഹിറ്റുകളും വെറൈറ്റി സിനിമകളും, അതായത് കൊമേഴ്സ്യൽ സിനിമയിൽ വെറൈറ്റി ആയിട്ട് എങ്ങനെ ചിന്തിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. അപ്പോൾ രജനീകാന്തിനൊത്ത് അദ്ദേഹം വരുമ്പോഴുള്ള ഒരു പ്രതീക്ഷകളായിട്ട് തന്നെയാണ് ഇന്ന് ഫസ്റ്റ് ഷോ കണ്ടത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർ വെഹിക്കിൾ ആയിട്ടാണ് കഥ ഫീൽ ചെയ്തത് മൊത്തത്തിൽ. ഇതിനകത്ത് ഇപ്പൊ രജനീകാന്ത് ആണെങ്കിലും ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് അതിഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഓരോരോ ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർസിനെ ആണല്ലോ ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആമിർ ഖാൻ ആണെങ്കിലും എല്ലാവരും അവരുടെ വേഷം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു ലോകേഷിന്റെ ഒരു ഫീല് എന്ന രീതിയിൽ സിനിമ അത്ര നിലവാരത്തിൽ വന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈയൊരു വാർ 2 ഇതേ ദിവസമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഐമാക്സ് സ്ക്രീനുകളൊക്കെ ഈ വാർ 2 സ്വന്തമാക്കിയതൊക്കെ വലിയൊരു തിരിച്ചടിയാകും കൂലിക്കെന്നുള്ള ഒരു വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. ആ രീതിക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ഈ അഡ്വാൻസ് കളക്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ കൂലിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതെ. അഡ്വാൻസ് കളക്ഷൻ എടുത്ത് നോക്കിയാൽ എന്തുകൊണ്ടും കൂലി തന്നെയാണ് മുമ്പിൽ. അതിന് ഏറ്റവും പ്രധാന കാരണം ഈ ഒരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളിവുഡ്, ഇപ്പൊ ബോളിവുഡിലാണെങ്കിൽ ആമിർ ഖാൻ ഉണ്ട്. അപ്പോൾ ഇപ്പൊ തെലുഗു ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് നാഗാർജുൻ, അതുപോലെ തന്നെ ഇപ്പൊ മലയാളത്തിലാണ് സൗബിൻ ഷാഹിർ ഈ സിനിമയിൽ അതിശക്തമായ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ഇൻഡസ്ട്രികളിലും കാണികൾ കൂടുതൽ ഈ ഒരു താരത്തിന്റെ ഒരു ഫോളോവേഴ്സ് ആയിട്ടുള്ള കാണികൾ കൂടുതലും കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും കൂലിക്ക് തന്നെയാണ്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ അമിത പ്രതീക്ഷ വെച്ച് പോയി കഴിഞ്ഞാൽ പടം നിരാശയാവാനും സാധ്യതയുണ്ട്. കാരണം ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു സ്റ്റാർസിന് വേണ്ടി, അത് ഫാൻസിന് വേണ്ടി ഒരു ഫാൻഫെയർ ചെയ്ത പോലെയാണ് സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു ലോകേഷിന് പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയാ, വളരെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് സ്റ്റോറി ഒന്നല്ല, ഒരു നോർമൽ ഗാങ്സ്റ്റർ സ്റ്റോറി. അത് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഒരു തിയേറ്റർ വാച്ച് ആക്കിയിട്ട് ലോകേഷ് എന്തായാലും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വാച്ചബിൾ ആക്കിയിട്ട് സിനിമ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വാർ 2 പ്രതികരണം കൂടുതൽ നമ്മളിപ്പോ കേരളത്തിൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാനാണെങ്കിലും അത് ഉച്ചയ്ക്ക് ശേഷം കാണാനിരിക്കുകയാണ്. കാരണം ഇത് രണ്ടുമാണ് ഇപ്പൊ ഇന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചിത്രം, താങ്കൾ പറഞ്ഞ പോലെ. അപ്പൊ വാർ 2 കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ ലഭ്യമായിട്ടില്ല. പക്ഷെ വാർ 2 ഇതുപോലെ ആവറേജ് ആണെങ്കിൽ ഈ പടം കൂടുതൽ മുന്നേറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയധികം സ്റ്റാർസ് ഉള്ളത് കൊണ്ട് തന്നെ അതാത് ഇൻഡസ്ട്രിയിൽ കൂലിക്കുണ്ടാവുന്ന ഒരു ഹോൾഡ് വാർ 2 ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രതീഷ്, അതുപോലെ തന്നെ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഒരു കളക്ഷൻ അതെങ്ങനെയായിരിക്കും? ഈ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സിനിമ വലിയൊരു ഹൈപ്പോടെയാണ് എത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ ഫാൻസുകാർ മാത്രമാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ വലിയ നല്ല വിജയമാണെന്ന് പറയുന്നത്. സാധാരണക്കാരൊക്കെ ഇപ്പോഴും പറയുന്നു ഒരു സമ്മിശ്ര പ്രതികരണമാണ് പറയുന്നത്. ആ ഒരു രീതിക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാകും ഈ സിനിമയുടെ ഒരു പ്രദർശനം? മുന്നോട്ടുള്ള ഇത് എന്ന് പറയുന്നത്, ഒന്നാമത് ലോകേഷിന്റെ സിനിമകളിൽ കഴിഞ്ഞ ലിയോ ആണെങ്കിലും അത് വിജയ് എന്നുള്ള ഒരു താരത്തിന്റെ ഹൈപ്പിൽ വന്നിട്ട് അത് പിന്നെ LCU എന്നൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരുപക്ഷെ ലോകേഷിന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂവും, അതുപോലെ തന്നെ ഇപ്പൊ ലോകേഷിന് അതൊരു എന്താണ് പറയാ, അതൊരു തലവേദനയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഈ പടം LCUവിൽ ഇല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അതിനൊരു നെഗറ്റീവ് ഫീൽ അടിച്ച, കാരണം ഇതിന് ലോകേഷിന്റെ ഏത് സിനിമകൾ ഇറങ്ങുമ്പോഴും ആൾക്കാർ അതിന്റെ സിനോപ്സിസും അത് മുൻകൂട്ടി അതിന്റെ കഥകൾ പ്രവചിക്കും. ഇപ്പൊ ഇതിനകത്ത് ട്രെയിലറിൽ തന്നെ വാച്ച് കാണിച്ചു, അപ്പൊ വാച്ച് സ്മഗ്ലിങ്ങുമായിട്ട് കണക്ട് ചെയ്തു. അതുപോലത്തെ വിക്രത്തിലെ ചില സീനുകൾ, അതുപോലെ ദളപതിയിലെ ചില സീനുകൾ, അങ്ങനെയുള്ള ഭയങ്കരമായ ഡീകോഡിങ് നടന്നിരുന്നു. അപ്പോൾ അതിലേതിലും കണക്ട് ചെയ്യപ്പെടാത്ത ഒരു നോർമൽ സ്റ്റോറി ആയിട്ടാണ് സിനിമ വന്നത്. അപ്പോൾ മുൻപോട്ടുള്ള കളക്ഷനിൽ എനിക്ക് തോന്നുന്നില്ല ഈ പടം. പക്ഷേ നാളെയും ഹോളിഡേ ആണ്, ഈ വീക്കെൻഡും ഹോളിഡേ ആണ്. വീക്കെൻഡ് കഴിഞ്ഞാൽ മൺഡേയിൽ ഈ പടത്തിന് എത്രത്തോളം സ്വീകാര്യത കിട്ടുന്നത് നമ്മൾ മൺഡേയിലുള്ള തിയേറ്റർ കളക്ഷൻ ഇത് വെച്ച് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ആൾക്കാർ പ്രതീക്ഷിച്ച ഒരു LCU കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൽ അങ്ങനെ ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഈ ഒരു ഡയറക്ടർക്ക് അങ്ങനെ അദ്ദേഹം ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു ഇമേജിൽ പെട്ടതുകൊണ്ട് അതിലേക്ക് രജനി കയറുമോ എന്ന് നോക്കിയിരുന്നവർക്കും ഒരു നിരാശയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ലോകേഷിന്റെ ഫാൻസിന് തൃപ്തി വരാൻ സാധ്യതയില്ല. പക്ഷെ രജനി ഫാൻസിന് രജനീകാന്തിന്റെ പല
വെറൈറ്റി ആയിട്ടുള്ള ലുക്കും അതിനകത്ത് AI ക്രിയേറ്റ് ചെയ്ത ചില സീനുകളൊക്കെ ഗംഭീരമായിട്ട് സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ടെക്നിക്കലി പടം ബ്രില്യന്റ് ആണ്. സ്ക്രീൻ പ്ലേയിൽ പക്ഷേ ലോക്കൽ സിനിമകളുടെ നിലവാരത്തിലേക്ക് പടത്തിന് ഉയരാനും പറ്റിയിട്ടില്ല. ശ്രീ രതീഷ് ചന്ദ്രൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.